പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ Panasonic Eluga Ray 810 എന്ന് പറഞ്ഞുള്ള ഒരു മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ Panasonic Eluga Ray 810. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 15.75 സെൻറ്റിമീറ്റർ നോട്ട്ജ് ഡിസ്പ്ലേയും 4 GB റാമും 64 GB സ്റ്റോറേജും 16 MB 2 MB റിയർ ക്യാമറയും 16 MB ഫ്രണ്ട് ക്യാമറയും പിന്നെ 4000 mAh ബാറ്ററിയുമാണ്. പിന്നെ പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്, ഒക്ടാകോർ പ്രോസസ്സറാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 9 അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതാ നമ്മൾ അൺബോക്സിങ് ചെയ്തു. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് ഇതേപോലത്തെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബാർകോഡ് പ്രിൻറ്റഡ് സ്ലിപ്പാണ്. പാനസോണിക്കിൻ്റെ തന്നെ ഒരു പ്രൊമോഷൻ സ്ലിപ്പാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ മൊബൈൽ അവിടെ വയ്ക്കാം. ഇതാ പിന്നെയുള്ളത് മൊബൈലിൻ്റെ കേസാണ്. കേസൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തന്നെയാണ്. പിന്നെ സിം ഇജക്ടർ ടൂൾ ഈ മൊബൈൽ കേസിൻ്റെ ഒപ്പം തന്നെയാണ് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് വാറണ്ടി കാർഡാണ്. ഇതിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസും പിന്നെ ലിമിറ്റഡ് വാറണ്ടി പീരീഡും അങ്ങനെയൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ഗൈഡാണ്. ഗൈഡ് അത് ഹിന്ദിയിലാണ് കൊടുത്തിട്ടുള്ളത് വരണം. പിന്നെ ഇതേ ഗൈഡ് തന്നെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഗൈഡാണ്. സെയിം കണ്ടൻറ്റ് തന്നെയാണ് രണ്ടിലും ഉള്ളത്. പിന്നെയുള്ള ചാർജറാണ്. ചാർജർ 5 volt 2 ampere ചാർജ്, ടോട്ടൽ 10 watt. പിന്നെ USB Type-C കേബിൾ. പിന്നെയുള്ളത് ഹെഡ്ഫോൺ ആണ്. ഹെഡ്ഫോൺ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺ തന്നെയാണ്. അപ്പോൾ കാശ് ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഫോൺ അൺബോക്സിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 10 watt ചാർജറും USB Type-C കേബിളും പിന്നെ വാറണ്ടിയായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകളും അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ്, കേസ്, സ്മാർട്ട് ഫോൺ, സിം ഇജക്ടർ ടൂൾ പിന്നെ ഇയർഫോണും. അപ്പോൾ നമുക്ക് ഫോണൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് ബാർകോഡ് ഉൾപ്പെടെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സ്ക്രീനുമേ തന്നെ നമുക്ക് ആ സ്പെക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്രീനുമുള്ള സ്റ്റിക്കറുമേ. ഞാൻ സ്ക്രീൻ കാർഡ് ഓൾറെഡി ഒട്ടിച്ചിരുന്നു. മൊബൈൽ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു സ്ലീക്ക് ഡിസൈനാണ് ഫീൽ ചെയ്യുന്നത്. പിൻവശത്ത് നോക്കിയാൽ കാണാം 2 ക്യാമറയും ഒരു ഫ്ലാഷും. ഇത് 16 MB, ഇത് 2 MB, പിന്നെ ഒരു ഫ്ലാഷ്. പിന്നെ ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. പിന്നെയുള്ളത് പാനസോണിക്കിൻ്റെ ബ്രാൻഡിങ് ആണ്. ഫോണൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി മുഴുവനായി കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആപ്പുകളും ഐക്കണുകളൊക്കെ. നമുക്ക് സെറ്റിങ്സിൽ പോയി ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. ഇതാ 4 GB റണ്ണിങ് മെമ്മറി, ഫോൺ സ്റ്റോറേജ് 64 GB, സ്ക്രീൻ റെസൊല്യൂഷൻ 1500x720, സ്ക്രീൻ സൈസ് 6.2 ഇഞ്ച്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ക്യാമറയിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. പിക്ചർ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബാക്കി എല്ലാ ഫോണുകളുള്ളത് പോലെ
സെൽഫ് ടൈമറും വൈറ്റ് ബാലൻസും ഒക്കെ ഉണ്ട്. അടുത്ത് നമുക്ക് സിമ്മ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ സിം ഇജക്ടർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സിം ഒന്ന് ഇട്ട് കൊടുക്കാം. സിം ഇടുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ കട്ട് വരുന്ന ഭാഗത്തേക്ക് തന്നെ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അത് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ സിം സ്ലോട്ട്. ഇതാണ് ചാർജിങ് പോർട്ട്. പിന്നെ 2 സ്പീക്കറുകളും ഉണ്ട്. പിന്നെ പവർ ഓൺ ബട്ടൺ, ഓഫ് ബട്ടൺ, വോളിയം കീ. പിന്നെ മുകളിലാണ് ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Bye bye, baby.